ഇത്തരമൊരു വിഷയം ഇവിടെ ഡോക്ടർ രാമേന്ദ്രൻ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീ മാധവൻകുട്ടിയാണ് എന്നോട് സൂചിപ്പിച്ചത്. അപ്പോൾ തന്നെ എനിക്കതിനോട് താല്പര്യം തോന്നി. കാരണം ഇതിൻ്റെ ഒരു സമകാലിക വായന അക്ഷരാർത്ഥത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഈ വിഷയം നിർദ്ദേശിക്കപ്പെട്ടത് എന്നതുകൊണ്ട് ഭരണഘടനയെ ജനാധിപത്യവുമായി ബന്ധപ്പെടുത്തി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു ചർച്ച, അതിൻ്റെ സമകാലിക പ്രസക്തി. ഇപ്പം നാളിതുവരെ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാനടക്കം, കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ച പൊതുവെ അനാവശ്യമാണ്. ഈ അടുത്ത കാലം വരെ നമ്മളിൽ പലരും പങ്കുവച്ചിട്ടുള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കാം അത്. ഏതായാലും ആ തെറ്റിദ്ധാരണ പിഴുതെറിയപ്പെട്ടു എന്നുള്ളത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ബ്ലാക്ക് ജോക്ക് എന്നുള്ള രീതിയിൽ, കറുത്ത ഫലിതം എന്നുള്ള രീതിയിൽ പ്രസക്തമായിരിക്കാം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതൊരു അരമണിക്കൂർ മാത്രമാണ്. അതിൽ കുറഞ്ഞ സമയം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ കുറഞ്ഞപക്ഷം ഈ സദസ്സിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നല്ല ബോധവും ബോധ്യവും ഉള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഉത്ബോധനത്തിൻ്റെ ഒന്നും ആവശ്യം ഏതായാലും ഈ സദസ്സിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയില്ല എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കും. ഒന്ന്, ഈ പരമ്പരാഗത ജനാധിപത്യവും ഭരണഘടനാ ജനാധിപത്യവും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം, അത് ഇത്തരം ചർച്ചകളുടെ അടിത്തറയിൽ നിൽക്കേണ്ടുന്നൊരു കാര്യമാണ്. ഭൂരിപക്ഷത്തിൻ്റെ അപ്രമാദിത്വമല്ല ഭരണഘടനാ ജനാധിപത്യം. ഭൂരിപക്ഷത്തിൻ്റെ തേർവാഴ്ചയാണ് പരമ്പരാഗത ജനാധിപത്യം, കൺവെൻഷണൽ ഡെമോക്രസി. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുന്ന മര്യാദയാണ് ഭരണഘടനാ ജനാധിപത്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. ഇത് രണ്ടും രണ്ടാണെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ലോകത്തെവിടെയും ഭരണഘടനകൾ ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഈ ഭൂരിപക്ഷത്തിൻ്റെ തേർവാഴ്ചയ്ക്കുള്ള നിതാന്ത സാധ്യതയ്ക്ക് തടയിടുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലടക്കം 2/3 ഗവർണൻസിനെ കുറിച്ചുള്ളതാണ്, ഭരണത്തെക്കുറിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ഭരണഘടനകളും ഭൂരിപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു നിയന്ത്രണത്തിനുള്ള നിതന്തമായ ഉദ്യമമാണ് എന്ന് കാണുമ്പോൾ തന്നെ എല്ലാ ഭരണഘടനകളും എന്നും എക്കാലത്തും ഭൂരിപക്ഷവുമായി നിത്യമായ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായും നാം കാണുന്നു. ഭരണഘടന എന്ന് പറയുന്നത് മറ്റൊരു മൗലികവാദത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടതില്ല. ഒരു ഭരണഘടനയും സമ്പൂർണമല്ല, ഇന്ത്യൻ ഭരണഘടനയും സമ്പൂർണമല്ല. അതിലുള്ള കുറവുകൾ, കുറ്റങ്ങൾ, പാളിച്ചകൾ, ഇതൊക്കെ തന്നെ പലപ്പോഴും ഈ പറയുന്ന സംഘർഷത്തിനുള്ള വിളനിലങ്ങൾ കൂടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഭൂരിപക്ഷവാദവുമായിട്ടുള്ള സംഘട്ടത്തിലേർപ്പെട്ട് ചില ഭരണഘടനകൾ തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയുന്നത്, 18-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ഭരണഘടനകളെക്കുറിച്ച് പഠിച്ച് അവിടുത്തെ 3 ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഒരു ഭരണഘടനയുടെ ശരാശരി ആയുസ് 17 വർഷമാണ് എന്നുള്ളത്. അപ്പോൾ 17 വർഷമാണെന്നുള്ളത്. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നതിന് നമ്മളൊരു ശാശ്വത സ്വഭാവം കൽപ്പിക്കുന്നത് ചരിത്രപരമായി ശരിയായിരിക്കണമെന്നില്ല.
ഒരുപക്ഷെ ഭരണഘടനയിലെ വകുപ്പുകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള ഒരു യാന്ത്രിക ധാരണയേക്കാൾ ആവശ്യമായിരിക്കുന്നത് അതേക്കുറിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണയാണ്, അല്ലെങ്കിൽ ഒരു താത്വിക ഫിലോസോഫിക്കലായിട്ടുള്ള ധാരണയാണ്. ഇത് വളരെ പ്രധാനമാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും എന്നതുകൊണ്ടാണ് ഈ കാര്യം പറയാൻ കാരണം. US വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അക്കാഡമിക്കാണ് മാർക്ക് ടസ്നെറ്റ്. മാർക്ക് ടസ്നെറ്റ് പറയുന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഭരണഘടനകൾ പ്രധാനമാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ, വൈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ്. അപ്പം അതിനകത്ത് അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഒരു ഉത്തരം പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് നോട്ട് ബിക്കോസ് they protect your fundamental rights, but rather because it preserves a political atmosphere which is capable of protecting your fundamental rights. ഭരണഘടന പ്രധാനമാകുന്നത് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുവാൻ പോന്ന ഒരു രാഷ്ട്രീയ ഘടനയ്ക്ക് അത് നിലനിൽപ്പ് നൽകുന്നു, ഇല്ലെങ്കിൽ സംരക്ഷണം നൽകുന്നു എന്നതിൻ്റെ പേരിലാണെന്നുള്ളത്. ഇത് നാം അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ തന്നെ പ്രധാനമാണ്. ഇവിടെ ഈ സമീപകാലത്ത് ഇന്നാണ് ഏറ്റവും അവസാനമായിട്ട് UP-യിലുള്ള കാവടി യാത്രയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഭാഗ്യവശാൽ ഒരു സ്റ്റേ ഉത്തരവ് നൽകിയിരിക്കുക. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടനയെ ആ അർത്ഥത്തിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള സ്വഭാവം ഈ പറയുന്ന പോലെ ഭൂരിപക്ഷവാദത്തിനെതിരെ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഭൂരിപക്ഷ കക്ഷിക്കെതിരെ ഉള്ള ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജനകീയ പ്രതിരോധവും ജനങ്ങളുടെ ഐക്യവും ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഭരണഘടനാപരമായിട്ടുള്ള ഐക്യദാർഢ്യവുമാണ്. അത് സംഭവിക്കുന്നത് ഈ പറയുന്ന മതം, ജാതി, പ്രദേശം അല്ലെങ്കിൽ ഭാഷ, ഗോത്രം തുടങ്ങിയ മറ്റ് ഒരുപാട് ഘടകങ്ങൾക്ക് അതീതമായിട്ട് ഉള്ള ഒരു ഭരണഘടനാവബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയല്ല, മറിച്ച് നിരന്തരം പരിശീലനം ചെയ്ത് എടുക്കേണ്ടുന്ന ഒരു സ്വഭാവ വിശേഷമാണ് എന്ന്, കൾട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ്. അല്ലാതെ സാധാരണഗതിയിൽ ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡ്രസ്സിങ് മാത്രമാണ്, ഒരു മേലങ്കി മാത്രമാണ് എന്ന് ഡോക്ടർ അംബേദ്കർ തന്നെ പറയാനുള്ള ഒരു കാരണം ഇതാണ്. ഒരർത്ഥത്തിൽ ഭരണഘടന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസം പോലെ ഒരുപാട് വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന, പെഡഗോജിക്കലായിട്ടുള്ള പരിശ്രമങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അല്ലാതെ നമ്മുടെ നാച്ചുറൽ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് നിരക്കുന്ന രീതിയിലല്ല. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷവാദം അരങ്ങ് തകർക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ സമൂഹത്തിൽ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ഏറ്റവും എളുപ്പം എന്നതുകൊണ്ട് തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം സ്റ്റേറ്റ് തന്നെ സൃഷ്ടിക്കുന്നത്. ഇത്രയും ഞാൻ പറയാൻ കാരണം, അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ നാം 1980 നടത്തിയിരുന്ന ഒരു ചർച്ചയിൽ ഇത്തരത്തിലുള്ളൊരു ആമുഖ ഭാഷണം തന്നെ ഒരുപക്ഷെ വലിയൊരു പരിധിവരെ അപ്രസക്തമായിരുന്നേ. എന്തെന്നാൽ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് മുഖേന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും അതിന് തൊട്ട് മുൻപോ പിൻപോ ഈ രീതിയിലുള്ള ഒരു വിഭജനം ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനമാണ്.
ഇതാണ് അടിയന്തരാവസ്ഥയെ നാം ഇന്ന് വായിക്കുമ്പോൾ, ഇന്ന് കാണുമ്പോൾ, ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലെത്തുന്ന അല്ലെങ്കിൽ എത്തേണ്ടുന്ന ഒരു വ്യവച്ഛേദം എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഈ നമ്മുടെ 352 സമാനമായ, 356 സമാനമായ, 360 സമാനമായ ദേശീയ പ്രാദേശിക, യഥാക്രമം ദേശീയ പ്രാദേശിക സാമ്പത്തിക അടിയന്തരാവസ്ഥകൾക്കുള്ള വ്യവസ്ഥകളുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമല്ല. ലോകത്ത് പലയിടത്തും അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കിയപ്പോൾ കണ്ടത്, നൈജീരിയ മുതൽ പാകിസ്ഥാൻ വരെ, ഈജിപ്ത്, UK, സൗത്ത് ആഫ്രിക്ക, ഫ്രാൻസ്, റഷ്യ, ബ്രസീൽ, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭരണഘടനയിൽ ലിഖിതമാവട്ടെ അലിഖിതമാവട്ടെ, അലിഖിത ഭരണഘടനയുള്ള UK പോലുള്ള രാജ്യങ്ങളിൽ അടിയന്തരാവസ്ഥയെ സാധ്യമാക്കുന്ന നിയമങ്ങളുണ്ട്, സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്. മറ്റു പലയിടത്തും ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥയും. US അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ടായിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇവ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ചരിത്രം പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഈ ഭരണഘടനയിലെ അല്ലെങ്കിൽ നിയമങ്ങളിലെ ടെക്സ്റ്റ് എന്നതിനേക്കാൾ അടിയന്തരാവസ്ഥയെ സാധ്യതമാക്കിയത് അതത് രാജ്യങ്ങളിലെ ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരം തന്നെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഗുണനിലവാരത്തെ ആശ്രയിച്ചാണ് പലപ്പോഴും അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഭരണഘടനയിൽ ഈ കാര്യം ഉൾച്ചേർക്കുന്ന സന്ദർഭം വന്നപ്പോൾ പോലും അത് എങ്ങനെ പൗരസ്വാതന്ത്ര്യത്തെ, ജനാധിപത്യത്തെ ബാധിക്കും എന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നത്, അടിയന്തരാവസ്ഥയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകളെ എതിർത്ത ഒരാൾ, ഒരു അംഗം HP കമ്മത്തായിരുന്നു എന്നുള്ളതാണ്. HP കമ്മത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ദൈവത്തിൻ്റെ പേര് എഴുതണമെന്ന് ക്ഷണിച്ചയാളാണ്. അതിനെപ്പറ്റി വലിയ ചർച്ചകളെന്നുണ്ടായിരുന്നു. തമാശക്ക് ഗോഡിൻ്റെ കാര്യമുണ്ടെങ്കിൽ ഗോഡസിൻ്റെ കാര്യം കൂടി അതിൽ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വളരെ ഗൗരവപ്പെട്ട, അതേസമയം വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രൊഫസർ KT ഷാ, അതുപോലെ സയ്യിദ് കരിമുദ്ദീൻ, ഇവരൊക്കെ തന്നെ അക്കാലത്ത് ഉത്കണ്ഠകൾ പ്രകടിപ്പിച്ചതാണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് മൗലികാവകാശ ധ്വംസനം നടത്തുന്നതിൽ അടിയന്തരാവസ്ഥ കാരണമാകില്ലേ എന്നുള്ള ആശങ്കകൾ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സന്ദർഭത്തിൽ തന്നെ ഉന്നയിച്ച ആളുകളാണ്. അതേസമയം മറ്റു ധാരാളം ആളുകൾ, സിബൻലാൽ സക്സേന, ബ്രജേശ്വർ പ്രസാദ്, നസറുദ്ദീൻ അഹമ്മദ്, താജാമുൽ ഹുസൈൻ, മഹാവീർ ത്യാഗി, ഏറ്റവും പ്രധാനമായി TT കൃഷ്ണമാചാരി, ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. പറഞ്ഞു വരുന്നത് ഈ അടിയന്തരാവസ്ഥയുടെ 44-ാം അനുച്ഛേദത്തിന് മുമ്പ് ഉള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിരുന്നത് ഇൻറ്റേർണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വളരെ അമൂർത്തമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. എന്തിനേയും നമുക്ക്, ഇല്ലെങ്കിൽ ഭരണകൂടത്തിന് ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ആയിട്ട് കാണാം. ഒരു രാഷ്ട്രീയ എതിർപ്പിനെ പോലും, ഇല്ലെങ്കിൽ ഒരു വിയോജിപ്പിനെ പോലും, ഒരു പ്രതിഷേധ പ്രകടനത്തെ പോലും ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ആയിട്ട് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇതുകൊണ്ട് തന്നെ ഈ വാക്ക്, ഈ പദപ്രയോഗം എത്രമാത്രം അപകടകരമായിരിക്കും ഭാവിയിൽ എന്നതിനെക്കുറിച്ച് അന്ന് തന്നെ, അതായത് 40കളുടെ ഒടുവിൽ തന്നെ ഗഹനമായിട്ടുള്ള ചർച്ചകൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആത്യന്തികമായി ഡോക്ടർ അംബേദ്കർ അടക്കം
ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥയെ പിന്താങ്ങുകയാണ് ചെയ്തത്. ഈ വ്യവസ്ഥകൾ 352, 356, 360 അതിലേറ്റവും പ്രധാനം നാം ഇന്ന് പറയുന്ന മൂന്നാം അടിയന്തരാവസ്ഥയുടെ മറ്റ് 2 അടിയന്തരാവസ്ഥകൾ. ഒന്ന് ചൈനീസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു, അതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടക്കാറില്ല. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറഞ്ഞ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും രാഷ്ട്രീയമായ അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഏറ്റവും അധികം മനുഷ്യാവകാശ ജനാധിപത്യാവകാശ ലംഘനങ്ങൾ നടന്ന ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയ ഈ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് തന്നെയാണ് നാം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ പൗരാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് ഒരു സംവാദം പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് ആരും, കോൺഗ്രസ്സുകാർ പോലും അതിനെക്കുറിച്ച് ന്യായീകരിച്ചിട്ടില്ല, അതിനെക്കുറിച്ചിട്ട് ഏറ്റുപറഞ്ഞിട്ട് മാത്രമേ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നാം പ്രത്യേകിച്ചും ഈ പറയുന്ന ഭരണഘടനാ ഹത്യാദിനം, സംവിധാൻ ഹത്യാ ദിവസം ഔപചാരികമായിട്ട് സ്റ്റേറ്റിൻ്റെ പിൻബലത്തിൽ മുൻകൈയോടെ ആചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ക്യാപിറ്റൽ, സ്റ്റേറ്റിൻ്റെ മോറൽ ക്യാപിറ്റൽ ഈ പശ്ചാത്തലത്തിൽ എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുപ്പ് അനിവാര്യമായി മാറി. അപ്പോൾ നമുക്ക് 1-2 വർഷമല്ല, അടിയന്തരാവസ്ഥ ഏതാണ്ട് 2 വർഷത്തിനടുത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ നമുക്ക് ഇപ്പുറത്തുള്ളത് 10 വർഷത്തിൻ്റെ കാലഘട്ടം, ഒരു പതിറ്റാണ്ടാണ്. ഈ പതിറ്റാണ്ടിനെ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് കേവലം ഒരു വകുപ്പിൻ്റെ തലത്തിൽ നിന്ന് മാറി അടിയന്തരാവസ്ഥയെ ഒരു രാഷ്ട്രീയ അവസ്ഥയായി, മനുഷ്യാവസ്ഥയായി, ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടമായി കണ്ടുകൊണ്ട് വിലയിരുത്താൻ കഴിയൂ എന്നുള്ളതാണ്. അല്ലാതെ നടത്തുന്ന ചർച്ചകൾ വളരെയധികം യാന്ത്രികമായി പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയപരമായ ജാഗ്രത ഈ കാര്യത്തിൽ ആവശ്യമായി വരുന്നത്. ഇത് തമ്മിലുള്ള ഒരു സാജാത്യ വൈജാത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എൻ്റെ ഒരു വളരെ ചെറിയ ഒരു പരിശോധന മാത്രം നടത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മിസ്സിസ് ഗാന്ധി ഇത് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് വ്യക്തിതലത്തിൽ, ശ്രീ മാധവക്കുട്ടിയുടെ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബൊണാപാർട്ടിസം, നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിലും ഇതൊരു പൊതുവിഷയമായതുകൊണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യം എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി തലത്തിലുള്ള അധികാരത്തോടുള്ള ആ അഭിനിവേശം അല്ലെങ്കിൽ അധികാരം നിലനിർത്താനുള്ള വ്യഗ്രത, പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ നമ്മൾ പറയുമ്പോഴും മിസ്സിസ് ഗാന്ധി എടുത്ത ചില തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങൾ ഈ 10 കൊല്ലം കണ്ടിട്ടുള്ള തീരുമാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ പക്ഷം അവയിൽ തന്നെ നോക്കിയാലെങ്കിലും പുരോഗമനപരമായിരുന്നു എന്നുള്ളത് കാണും. മിസ്സിസ് ഗാന്ധിക്കെതിരെ ഉള്ള രാഷ്ട്രീയ സമരങ്ങൾക്ക് അതിന് പല മാനങ്ങളുണ്ടാകാം. ഞാൻ അതിനെ മൊത്തം മിസ്സിസ് ഗാന്ധിയുടെ എന്തെങ്കിലും ചെയ്തിയെ ന്യായീകരിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം. ഇപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ പോലുള്ളൊരു കാര്യം, അല്ലെങ്കിൽ പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത് പോലുള്ള ഒരു കാര്യം, ചില സംസ്ഥാനങ്ങളിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം, കേരളത്തിലത് അല്ല ഞാൻ പറയുന്നത്, ബീഹാർ പോലുള്ള സംസ്ഥാനം, ഇത്തരത്തിലുള്ള നടപടികൾക്ക് പകരം ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങളിലായിട്ട് ഉള്ള ഘട്ടത്തിൽ നാം കണ്ടത് ഇതിന് വിപരീതമായിട്ടുള്ള ഒരു നടപടി. എന്നുവെച്ചാൽ നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ചില കണങ്ങളെങ്കിലും
അടിയന്തരാവസ്ഥയ്ക്ക് മുന്നോടിയായിട്ടുള്ള കാലഘട്ടത്തിൽ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ അതിന് വിപരീത ദിശയിലുള്ള ഒരു സാമ്പത്തിക നീക്കമാണ് ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ സ്വാഭാവികമായിട്ട് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഭരണഘടനാപരമായിരുന്നു. ശരിയാണ്, ഭരണഘടനാപരമായിരുന്നു, ഭരണഘടനയിലൊരു വ്യവസ്ഥയുണ്ട്. പക്ഷെ അതിൻ്റെ ഫലങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ടാകട്ടെ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു പദ്ധതിയുടെ ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ഭരണഘടനാ നിർമ്മാർജ്ജന പ്രക്രിയയുടെ, അതാണ് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള, എൻ്റെ പുസ്തകത്തിൽ വിശേഷിപ്പിക്കാൻ ശ്രമിച്ച ഡീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഇത് രണ്ടും തികച്ചും രണ്ടാണ്. മിസ്സിസ് ഗാന്ധി ഭരണഘടനയിലെ ഒരു വ്യവസ്ഥ ഉപയോഗിച്ച് പൗരസ്വാതന്ത്ര്യം, ജനാധിപത്യ അവകാശം ഇല്ലാതാക്കിയപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും ഇല്ലാതാക്കിയത് 352-നെയോ 56-നെയോ 60-നെയോ ഉപയോഗിച്ചുകൊണ്ടല്ല, ഇങ്ങനെ ഉപയോഗിക്കാതെ തന്നെ ഇത് ചെയ്യാം എന്നുള്ള ഒരു ദുരന്ത പാഠത്തിൻ്റെ ഡെമോൺസ്ട്രേഷനായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നു. ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു അനുച്ഛേദത്തെ മാറ്റാതെ തന്നെ നിങ്ങൾക്ക് ഭരണഘടനാ തത്വങ്ങളെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ അട്ടിമറിക്കാം എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ ഭൂരിപക്ഷത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അവിടെയും ഒരു മെജോറിറ്റേറിയനിസത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ പറയുന്ന 10 വർഷമായിട്ട് നടന്ന ഭരണഘടനാ നിർമ്മാർജ്ജന പ്രക്രിയയും ഭൂരിപക്ഷത്തിൻ്റെ തന്നെ ഒരു ചെയ്തിയാണ് എന്നുള്ളതാണ്. ഭൂരിപക്ഷം തന്നെയാണ് അതും ചെയ്തുകൊണ്ടുവരുന്നത്. പിന്നെയും ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഘടിത രൂപമില്ലായിരുന്നു. അതുപോലെ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ അന്നും തകർത്തിരുന്നു. ഇല്ലെന്ന് പറയും. കോടതി, കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോടതിയല്ല. കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തകർന്ന കോടതി തന്നെയാണ്. അപ്പോൾ സ്ഥാപനങ്ങളുടെ തകർച്ച അന്നും ഇന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആ തകർച്ച ഒരുപോലെ ആയിരുന്നില്ല. ഒരു പ്രകടമായ വ്യത്യാസം, അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്നുവെങ്കിലും അവയ്ക്ക് ഒരു പുനരുജ്ജീവന ശേഷി ബാക്കി നിർത്തിക്കൊണ്ടാണ് ആ പ്രക്രിയ നടന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മിസ്സിസ് ഗാന്ധി പരാജയപ്പെട്ടത്. പക്ഷെ അത്തരത്തിലുള്ള ഒന്ന് ഈ തവണ നാം കണ്ടിട്ടില്ല. അത് പറയാൻ ഇത് വളരെ സവിശേഷമായിട്ടൊരു വ്യത്യാസമാണെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു വിധി അനൂപ് ബാരൻവാളിൻ്റെ കേസിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കമ്മീഷനെ നിശ്ചയിക്കുമ്പോൾ അതിന് ചീഫ് ജസ്റ്റിസിൻ്റെ കൂടി പങ്കാളിത്തമുള്ളൊരു സമിതി മുഖാന്തരം അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ വിധി പറഞ്ഞ് മാസങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ പുതിയ നിയമം കഴിഞ്ഞ മോദി സർക്കാർ കൊണ്ടുവന്നു. അത് പ്രകാരം വീണ്ടും പഴയതുപോലെയായി. പ്രധാനമന്ത്രി അതുപോലെ പ്രതിപക്ഷ നേതാവ്, അന്ന് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റിലെ തന്നെ മറ്റൊരു മന്ത്രി. അതോടുകൂടി ഈ അനൂപ് ബാരൻവാളിൻ്റെ കേസിലെ സ്വപ്നങ്ങൾ, പല കോടതി വിധികളും സ്വപ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കാലത്ത്. ആ സ്വപ്നങ്ങൾ മുഴുവനും നിഷേധിക്കപ്പെട്ടു. ആ സ്വപ്നങ്ങൾ നിരാകരിക്കപ്പെട്ടതോടുകൂടി വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഴയതുപോലെ ആയപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലുള്ളൊരു കമ്മീഷനെ ലഭിച്ചത് അങ്ങനെയാണ്.
ഈ കഴിഞ്ഞതുപോലുള്ളൊരു പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായതും അങ്ങനെയാണ്. അതുപോലെ മാധ്യമങ്ങളുടെ കാര്യത്തിലായാലും ഏത് തരത്തിൽ സാമ്പത്തികമായിട്ട് നോക്കി, ഇപ്പോൾ ക്രോണി ക്യാപിറ്റലിസം എന്നൊക്കെ നമ്മൾ പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള ഈ സാമ്പത്തിക ശക്തികളുമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ യോജിപ്പ് 70കളുടെ രണ്ടാം അർത്ഥത്തിൽ ഇത്രമേൽ പ്രകടമായിരുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭരണഘടനാ തലത്തിലുള്ള ഒരു വ്യവസ്ഥയുടെ ദുരുപയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണഘടനാ നിർമ്മാർജ്ജന പ്രക്രിയയെ നാം ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇത് ഇപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരു അബറേഷൻ പോലെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്ന മോദിസം എന്ന് പറയുന്ന പ്രക്രിയ ഒരേ സമയം ഇന്ത്യയുടെ സവിശേഷ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളതും അതേസമയം തന്നെ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിലുമുള്ള പോപ്പുലിസ്റ്റ് ഓട്ടോക്രസികളുടെ ഉദയവുമായി ബന്ധപ്പെട്ട ചരിത്രസന്ധിയിൽ ഉണ്ടായതുമാണ്. ഇത്തരത്തിലുള്ള ഒരു ആഗോള സ്വഭാവം, ഒരു പ്രതിഭാസം എന്നുള്ള നിലയിൽ ഉള്ള ഒരു ആഗോള സ്വഭാവം അതിനുള്ള കാരണങ്ങൾ മറ്റു തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അത് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥക്ക് ഇല്ലായിരുന്നു എന്നുള്ളത്. അടിയന്തരാവസ്ഥ തികച്ചും ഒരു ഇന്ത്യൻ പ്രതിഭാസമാണ്. പക്ഷേ ഈ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ച കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടുള്ള ഡീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഒരേ സമയം ഒരു ഇന്ത്യൻ പ്രതിഭാസവും അതേസമയം ഒരു ആഗോള പ്രതിഭാസവും. ആഗോളം എന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ, മൊത്തത്തിൽ ലോകത്ത് സംഭവിക്കണമെന്നില്ല, ലോകത്തിലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ പലയിടത്തും, ബ്രസീലായാലും അതുപോലുള്ള പല പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ തന്നെ മുൻപ് ജനാധിപത്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ളൊരു പോപ്പുലിസ്റ്റ് ഇലക്ടറൽ ഓട്ടോക്രസികളുടെ ഉദയം കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിലെ പൗരാവകാശ നിഷേധം അടിയന്തരാവസ്ഥയെ അപേക്ഷിച്ച് കൂടുതൽ വലിയ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒന്നായി മാറുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അടിയന്തരാവസ്ഥക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പിൽ നാം വോട്ട് ചെയ്യുന്നു, അങ്ങനെ ആ ഭരണകൂടത്തെ മാറ്റിമറിക്കുന്നു. ആ ഭരണകൂടം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ ഭരണ നിർവഹണം നടത്തിയില്ല എന്ന് കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറ്റൊരു തീരുമാനമെടുക്കുന്നു, തികച്ചും വ്യത്യസ്തമായിട്ടൊരു തീരുമാനമെടുക്കുന്നു. ഇത് കുറഞ്ഞ പക്ഷം ഒരു ജനാധിപത്യത്തിൻ്റെ സ്വഭാവമെങ്കിലും ഇത് നിലനിർത്തപ്പെടേണ്ടുന്നൊരു സ്വഭാവമാണ്. തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ഉത്തരങ്ങൾ പറയുവാൻ കഴിയുക എന്നുള്ളത് ജനാധിപത്യം നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നൽകേണ്ടുന്ന ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. ആ മിനിമം ഗ്യാരണ്ടി പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഒരു, ഇപ്പോൾ ക്രിസ്റ്റഫർ ജഫ്ലോട്ടൊക്കെ പറയുന്നത് പോലെ, ഒരു എത്നിക് ഡെമോക്രസിയിലേക്ക്, സോ കോൾഡ് ഡെമോക്രസിയിലേക്ക്, ഒരു വംശീയാധിപത്യത്തിലേക്ക് രാജ്യത്തെ മാറ്റുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാർജ്ജന യത്നം അത് സ്റ്റേറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ UP-യിലെ കാവടിയുടെ കേസായാലും ശരി, ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളിൽ ഒരു മതവിഭാഗം താമസിക്കുന്നതിനെതിരെ സ്റ്റേറ്റ് തന്നെ സംരക്ഷണം നൽകുകയാണ്. അവരെ പുറത്താക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് തന്നെ സംരക്ഷണം നൽകുകയാണ്. ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ നിന്ന് ഒരു സമുദായത്തെ മൊത്തം മാറ്റി പാർപ്പിക്കുന്നതിന് സ്റ്റേറ്റ് തന്നെ മുൻകൈ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഭരണഘടനാ തത്വം എന്ന് പറയുന്നത് ബന്ധുത്വമാണ്, മൈത്രി. ഡോക്ടർ അംബേദ്കർ ബുദ്ധിസത്തിൽ ഊന്നിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രറ്റേണിറ്റി. ഇത് തകർക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷവാദത്തിൻ്റെ
ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അജണ്ട. കാരണം അത് തകർന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് അജണ്ടകൾ നടപ്പിലാക്കപ്പെടുക. അത് തകർന്നു കഴിഞ്ഞാൽ മാത്രമാണ് സ്ഥാപനങ്ങളെ മുഴുവനും കയ്യിലൊതുക്കി ജനാധിപത്യത്തെ മുഴുവനും ഒരു ഏകാധിപത്യ രാജ്യമാക്കി മാറ്റുന്ന പ്രക്രിയ ഊട്ടി ഉറപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ അടിയന്തരാവസ്ഥയെയും പുതിയ കാലഘട്ടത്തെയും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ആദ്യത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ മാരകമാണ്, കൂടുതൽ സവിശേഷമാണ്, കൂടുതൽ ആസൂത്രിതമാണ്, കൂടുതൽ വലിയ ഒരു പദ്ധതിയുടെ വ്യക്തിതലത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ വർഗീയ പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്നത്. അതുകൊണ്ടാണ് അത് മറ്റൊരു തരത്തിലുള്ള വിവേകവും ഇല്ലെങ്കിൽ പ്രതികരണവും ആവശ്യപ്പെടും. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കേരളത്തിൽ പോലും അത്തരത്തിലുള്ള മാറിയിട്ടുള്ള ഒരു ചിന്തയുണ്ടാകാം. ഇപ്പോൾ തൃശ്ശൂർ പോലുള്ളൊരു നമുക്കൊരു 10 വർഷം മുമ്പ് നമ്മുടെ ചിന്തയിലോ ദുസ്വപ്നങ്ങളിൽ പോലുമോ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലത് സംഭവിക്കാം. ഒരു പക്ഷേ എനിക്കറിഞ്ഞുകൂടാ, ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വ്യാജ വ്യക്തിത്വത്തിൻ്റെ കീഴിൽ ഇതുപോലൊരു രാജ്യം 15 വർഷം അമർന്നുപോയി എന്നുള്ളത് ലജ്ജയോട് കൂടിയിട്ട് ഇന്ത്യക്കാരൻ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വന്നേക്കാം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാൻ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. പറഞ്ഞു വരുന്നത്, ഈ ഭരണഘടനയോടുള്ള ആസൂത്രിതമായ ആക്രമണം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹിന്ദുത്വവാദികൾ ആത്യന്തികമായി ഭരണഘടനാ നിർമ്മാണ സഭയിലായാൽ അടക്കം ആത്യന്തികമായി നമ്മുടെ ഭരണഘടനയിലോ അതിൻ്റെ മൂല്യങ്ങളിലോ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിലോ വിശ്വസിച്ചവരായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭരണഘടനാപരമായത് ഈ 100 കൊല്ലത്തെ പദ്ധതിയുടെ പല ഭാഗങ്ങളും നമുക്ക് കാണിച്ചു തരേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നാട്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിരുന്നു. ഇപ്പോൾ പലരും വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ മഹിമ ചേർത്ത് സംസാരിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ആത്യന്തികമായി ഈ ഐഡിയോളജി, ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഐഡിയോളജിക്കെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഘട്ടം വരുമ്പോഴും ഭരണഘടന ഒരു ഭാഷ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വളരെ ധാരാളം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഈ നഫ്രത് കി ബാസാർ മേ മുഹബത്ത് കാ ദുക്കാൻ റിട്ടറിക്കാണ്, എനിക്കറിയാം. പക്ഷേ അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഭാഷാന്തരീകരണം കൂടിയായിരുന്നു. ജനങ്ങളോട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാവടി വിഷയത്തിൽ പോലും UP-യിൽ അതിനോടുള്ള ഒരു പ്രതിരോധം, 2 പ്രതിരോധങ്ങളുണ്ടാകും. ഒന്ന്, സുപ്രീം കോടതിയിലുള്ള കേസായി. സുപ്രീം കോടതിയിലുള്ള കേസിൽ ഇന്ന് സ്റ്റേ കിട്ടി. ഒരു പക്ഷേ അത് കിട്ടണമെന്നില്ല. അത് പല ഘടകങ്ങളെയും ആശ്രയിച്ചു. രണ്ടാമത്തെ അതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നാം പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടതുപോലെ പല കടക്കാരും അവരുടെ കടയിൽ ഉടമയുടെ പേരിന് പകരം മുഹബത്ത് കി ദുക്കാൻ എന്നെഴുതി വെച്ചു. അതൊരു ജനകീയ പ്രതിരോധമാണ്. അതൊരു ഭരണഘടനാ സംരക്ഷണ യജ്ഞമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാർജ്ജനത്തിനെതിരായിട്ടുള്ള ഒരു റീകോൺസ്റ്റിറ്റ്യൂഷണലൈസേഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഭരണഘടനയെ പുനഃസൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്, ഒരു ജനകീയ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത്
ആത്യന്തികമായി വളരെ പ്രധാനമാണ്. ഇതിൽ നമ്മൾ മതങ്ങളെ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക വിഭാഗങ്ങളെ ചേർക്കേണ്ടി വരും, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കാണേണ്ടി വരും, മതങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. മതങ്ങളെ വർഗീയവാദികൾക്ക് മാത്രമായി വിട്ടുകൊടുക്കുന്ന, ഇത് നമ്മുടെ വിഷയമല്ല, മതങ്ങൾ മൊത്തത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ള സമീപനം മാറ്റേണ്ടി വരും. മതങ്ങൾക്കകത്ത് തന്നെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യ ധാരകളെ പുണരേണ്ടി വരും. ആ രീതിയിൽ നമ്മുടെ തന്നെ ചിന്തകളിൽ മാറ്റം വരുത്തണം. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ മതവിശ്വാസങ്ങളെ മുഴുവനും ഈ വർഗീയവാദികൾക്ക് മാത്രമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇടതുപക്ഷത്തിനടക്കം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാർക്ക് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം. ഇന്ത്യയിലെ മതങ്ങളുടെ കുത്തകാവകാശം ഈ പറയുന്ന വർഗീയവാദികൾക്ക് മാത്രമായി ഏൽപ്പിച്ചു കൊടുത്തത് രാഷ്ട്രീയമായ തന്ത്രപരമായ ഒരു പിഴവായിരുന്നില്ലേ എന്നുള്ളത് മറ്റുള്ള രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ച് ഇടതുപക്ഷം, ചിന്തിക്കേണ്ടതായിട്ട് വന്നേക്കാം. പറഞ്ഞു വരുന്ന ഇതാണ്, ഇതൊരു അഭിപ്രായം എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായിട്ട് ഭരണഘടനയുടെ പുനർനിർമ്മിതി ഇല്ലെങ്കിൽ അതിൻ്റെ വീണ്ടെടുപ്പ് ആണ് നമുക്ക് മുൻപിലുള്ള പോംവഴി എന്ന് അടിയന്തരാവസ്ഥ പഠിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ 10 വർഷങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 10 വർഷത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ, ഇപ്പോൾ ദിശാരവി പോലെ അല്ലെങ്കിൽ അമൂല്യയെ പോലുള്ള ചെറിയ പെൺകുട്ടികൾ മുതൽ, കാലാവസ്ഥ ആക്ടിവിസ്റ്റ് മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ വരെ ജയിലിൽ പോയിട്ടുള്ള ഒരു സാഹചര്യം, ഇന്ത്യയിലെ പല സമൂഹങ്ങളും വർഗീയമായി ഇതിനകം തന്നെ പോളറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം, ഇതുവഴി ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനം, ജനാധിപത്യ ധ്വംസനം, ഭരണഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ, ഇവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ സംവിധാൻ ഹത്യാ ദിൻ ആചരിക്കുന്നതിൽ പ്രകടമായിട്ടുള്ള ഒരു ഹിപ്പോക്രസി ഉണ്ടെന്ന് മാത്രമല്ല, അത് തിരിച്ചറിയാതിരിക്കുന്നതിൽ പ്രകടമായിട്ടുള്ള ഒരു അപകടം കൂടിയുണ്ട് എന്ന് ഞാൻ ആലോചിക്കും. അത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നാം അത് മറ്റൊരു വ്യത്യാസം കൂടിയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ആളുകൾ ഒരിക്കലും അതിനെ ഇതുപോലെ ന്യായീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വൈയക്തിക സ്വഭാവത്തിനില്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ ഒരു മൊമെൻ്ററി സ്വഭാവം അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് കുറഞ്ഞപക്ഷം ഒരു സാന്ദർഭിക സ്വഭാവം അടിയന്തരാവസ്ഥയ്ക്കുണ്ട്. അതേസമയം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടുള്ളത് ബോധപൂർവമായൊരു പ്രക്രിയ ആയതുകൊണ്ടാണ് അതേക്കുറിച്ച് അതിൻ്റെ പ്രാണേതാക്കൾ ഒരിക്കലും തെറ്റ് ഏറ്റു പറയാതിരുന്നത്. അത് യാദൃച്ഛികമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് അതിലുപരി 2 പ്രത്യയശാസ്ത്ര അല്ലെങ്കിൽ രാഷ്ട്രീയ ദാർശനിക കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 2 UPA ഗവൺമെൻറ്റുകൾക്ക് ഒരുപാട് പുരോഗമനപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. സമൂഹത്തെ കൂട്ടിയോജിപ്പിക്കുന്ന നിയമനിർമ്മാണങ്ങൾ, ഇപ്പം ആദിവാസി സംരക്ഷണ ബില്ല് ആയാലും ശരി, നിയമമായാലും ശരി, വിവരാവകാശമായാലും ശരി, വിദ്യാഭ്യാസ അവകാശ നിയമമായാലും ശരി, ഭക്ഷ്യസുരക്ഷാ നിയമമായാലും. അതിന് പകരം നോക്കൂ, ഈ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള നിയമങ്ങൾ, ഒന്നുകിൽ മതപരിവർത്തന നിരോധന നിയമം, സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞ ട്രിപ്പിൾ തലാഖിനെ ക്രിമിനലൈസ് ചെയ്യുന്ന മറ്റൊരു നിയമം, ഇതൊക്കെ തന്നെ നിയമനിർമ്മാണങ്ങൾ പോലും രാഷ്ട്രീയ വിഭജനത്തിന്, ജനങ്ങളെ സാമൂഹിക വിഭജനത്തിന് വേണ്ടി ഉദ്ദേശിക്കും. ഇങ്ങനെയൊരു സാഹചര്യം അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടില്ല, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. ഇത് ഈ പറയുന്ന
ഇപ്പോൾ നമുക്കറിയാം ട്രിപ്പിൾ തലാഖ്. സുപ്രീം കോടതി ഷൈറ ബാനുവിൻ്റെ കേസിൽ പറഞ്ഞു ഇതിന് നിയമസാധുത. ഇപ്പോൾ ഒരാൾ വിവാഹ മോചനം ട്രിപ്പിൾ തലാഖ്, ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് ചെയ്തു കഴിഞ്ഞാൽ അതിന് നിയമസാധുതയില്ല. നിയമസാധുതയില്ലാത്തൊരു കാര്യം നടക്കാത്തൊരു കാര്യമാണ്. ഇറ്റ്സ് എ നോണസ്റ്റ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെ ക്രിമിനൽ കുറ്റമായി മാറ്റുന്നത് മറ്റൊരു പോപ്പുലിസ്റ്റ് ഡിവിസീവ് നിയമം. പലരും ധരിക്കുന്നത് ഇതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിച്ചു എന്നുള്ളതാണ്. തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് ക്രിമിനലൈസ് ചെയ്യപ്പെട്ടതോടു കൂടിയിട്ട് പല മുസ്ലിം ഭർത്താക്കന്മാരും തന്ത്രപരമായി അത് ചെയ്യാതെ മാറി നിന്നു. അതുപോലെ ഇവരെ ജയിലിലടക്കുന്ന പക്ഷം അത് സംരക്ഷണത്തിൻ്റെ ഉപാധിയായി മാറുന്നത് എങ്ങനെയുള്ളതിന് വിശദീകരണമില്ല. മറ്റ് മതങ്ങളിലുള്ള സമാനമായിട്ടുള്ള മൊഴി ചൊല്ലലുകൾ അല്ലെങ്കിൽ വിവാഹമോചനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണമെന്നുള്ളതിനെപ്പറ്റി ഉത്തരവുണ്ട്. അപ്പോൾ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു നിയമനിർമ്മാണം അത് മുസ്ലിം സ്ത്രീകൾക്ക് പോലും ദോഷകരമായിട്ട് മാത്രമേ ഇന്ത്യൻ സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതുപോലെ നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണം, ഈ പറയുന്ന ഹിജാബ് നിരോധനം പോലുള്ള സർക്കാർ ഉത്തരവുകൾ, ഇതിനൊക്കെ സമാനമായിട്ടുള്ളൊരു സംഗതി അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ജാഗ്രതയോടെ കാര്യങ്ങളെ കാണുന്ന പൗരന്മാർ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആഹ്വാനത്തിന് ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ സാമൂഹിക വിഭജനം നടത്തിയ ഒരു അധികാര ശക്തി സംവിധാൻ ഹത്യയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഒരു വാർഷിക ആചാരത്തിനുള്ള വിഷയമാക്കുമ്പോൾ അതിനെ സംശയദൃഷ്ടിയോടുകൂടി വിമർശന ബുദ്ധിയോടുകൂടി മാത്രമേ പരിഗണിക്കാനും പരിശോധിക്കുവാനും വിലയിരുത്താനും ഒരു ജനതയ്ക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആ ഉംബർട്ടോ എക്കോയെ പോലുള്ള ആളുകൾ പറയുന്ന ക്രിട്ടിക്കൽ ഇൻ്റലിജൻസ്, വിമർശനാത്മകമായ ധൈഷണികത ഏറ്റവും ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇതിൻ്റെ സംഘാടകർ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പ് പോലും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഇതേക്കുറിച്ച് കൂടുതൽ സജീവമായിട്ടുള്ള ചർച്ചകൾ നടത്തുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ ഡോക്ടർ ടി.കെയുടെ വലിയ വ്യക്തിത്വത്തെ ഞാനും കൂടി ഓർമ്മിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിരന്തരം പ്രവർത്തിച്ച ധിഷണയെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.